നമസ്തേ എവരി വൺ. നമുക്ക് ഈ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് നമ്മുടെ ലൈഫിൽ. നമ്മൾ ഏതൊരു ഇൻഫർമേഷൻ കിട്ടിയാലും നമ്മളത് അതേപടി തന്നെ ഇങ്ങ് എടുക്കുവാണോ, അതോ അതിനെ ഒന്ന് വിമർശിച്ച് സത്യം കണ്ടെത്തിയിട്ട് നമ്മൾ സത്യാന്വേഷിയായിട്ടാണോ നോക്കുന്നത്? അപ്പോൾ അതിനകത്ത് നമുക്ക് ചോദിക്കേണ്ട ഒരു ബേസിക് ക്വസ്റ്റ്യൻസ്, നമ്മൾ എന്ത് കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുന്നത് ചില ബേസിക് അസംഷൻസ് നമുക്കുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അത് എങ്ങനെ എടുക്കുന്നു, നമുക്ക് ആ തോട്ട് പ്രോസസ്സിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ, നമ്മുടെ ലൈഫിനത് ചേരുന്നതാണോ, ഇനി നമ്മളതൊന്ന് റിവേഴ്സ് ചെയ്ത് നമ്മൾ കേട്ടത് സത്യമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചിന്തിക്കാനായിട്ട് നോക്കുക. അപ്പം നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നു, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് നമ്മുടെ അടുത്ത് പറഞ്ഞു, ഒരു സ്റ്റോറി നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് അപ്പടി സത്യമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ അത് കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, പക്ഷെ അങ്ങോട്ട് നമ്മൾ പറയുന്നില്ല, റിവേഴ്സ് ചെയ്ത് ചിന്തിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ നമുക്കതിനെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടോട് കൂടി നമുക്കത് കാണാം. പിന്നെ അപ്പോൾ അത് നമുക്ക് പറയുമ്പോഴത്തേക്കും നമുക്കതിനെ ഇവാലുവേറ്റ് എക്സിസ്റ്റിംഗ് എവിഡൻസസ്, അതിന് തെളിവ് വല്ലതും ഉണ്ടോ, അപ്പോൾ അതിന് എവിഡൻസ് എങ്കിലും അവൈലബിൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഒരു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെജൻഡാണ്, കടിച്ച പാമ്പിനെ വിഷകാരി വരുത്തി വിഷം കൊത്തിയടിപ്പിക്കുമെന്ന്. അപ്പോൾ ഇത് ഒരു പഴഞ്ചൊല്ലായിട്ടും നമ്മൾ പറയാറുണ്ട്, കടിച്ച പാമ്പിനെ വരുത്തി തന്നെ വിഷം എടുക്കുക. പക്ഷേ ഇത് സത്യമാണോ? അപ്പോൾ നമുക്കിത് കേട്ട് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ടോ? ഏതെങ്കിലും ഇത് നടക്കുന്ന എവിടെയെങ്കിലും, ലോകത്തിൽ എവിടെയെങ്കിലും ഒരാളെ പാമ്പ് കടിച്ചിട്ട് ആ പാമ്പിനെ ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു വിളിച്ചിട്ട് ആ പാമ്പിൻ്റെ ഉള്ളിലേക്ക് ആ വിഷം തിരിച്ച് പാമ്പിനെ എടുക്കാനായിട്ട് ലോജിക്കലി പറ്റുമോ? അപ്പം അത് വീണ്ടും നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ കയറിയിരിക്കുന്ന ശരീരത്തിൽ കയറിയിരിക്കുന്ന വിഷം അതുപോലെ വലിച്ചെടുക്കാൻ പറ്റുമോ? മിക്കവാറും പല പാമ്പിൻ്റെ വിഷങ്ങളും നമുക്ക് ന്യൂറോ ടോക്സിക്കാണ്. നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തെ അത് അപ്പം തന്നെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പാമ്പിന് ക്രിട്ടിക്കലി ഇത് കറക്റ്റ് അതിൻ്റെ പല്ലിലൂടെ തന്നെ അത് കയറ്റിയെടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല പാമ്പ് അത് സക്ക് ചെയ്തെടുക്കുന്നതാണോ? ഇതെന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? നമ്മളത് പെട്ടെന്ന് ചിന്തിക്കുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇതിനൊരു 10% പോലും നമുക്ക് വെയിറ്റേജ് കൊടുക്കാൻ പറ്റൂല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ റിമെമ്പർ ടു തിങ്ക് യുവേഴ്സെൽഫ്. നമ്മൾ ആൾക്കാർ പറയുന്നതെല്ലാം കേട്ടിട്ട് നമ്മളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരിൽ ഒരുവനായിപ്പോവും. ഇപ്പോൾ നമ്മൾ ചില ജംഗ്ഷനിൽ പണ്ട് കാണും, മൈലെണ്ണ തേച്ച് കഴിഞ്ഞാൽ നടുവേദന മാറും, കാലിന് വേദന മാറും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് നല്ല ആകർഷകമായി സംസാരിച്ചിട്ട് സംഭവം വയ്ക്കുന്നത്. അപ്പം നമ്മളപ്പം പലപ്പോഴും ഈ മെഡിക്കൽ കോളേജിൻ്റെയൊക്കെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുവച്ചിട്ടായിരിക്കും വയ്ക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അപ്പോൾ നമ്മൾ അതിന് നേരെ തിരിച്ചിട്ട് ചിന്തിക്കുക, ഇതൊരു തട്ടിപ്പാണെങ്കിലോ, തട്ടിപ്പാണ് എന്നുള്ള സ്റ്റാൻഡിൽ നിന്നിട്ട് നമുക്ക് ചിന്തിക്കാം. പിന്നെ അതുപോലെ തന്നെ ആ രീതി ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനുള്ള സാധ്യത എന്താണ്, ഫാക്ട്സ് എന്താണ്, എവിഡൻസസ് എന്താണ്. പിന്നെ ഇത് സാധാരണഗതി ചിന്തിക്കേണ്ട ഒരു കാര്യം, പൊതുവെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വലിയ അപകടം പറ്റാറില്ല. അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അബദ്ധം പറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ നേരത്തെ മുതൽ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ലോൺ എടുത്ത് കൊടുക്കാം, 2% അല്ലെങ്കിൽ 3% ഫോറിൻ ലോൺസ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരിങ്ങനെ കൊണ്ടുനടന്ന് ദുബൈയിലൊക്കെ കൊണ്ടുപോയി പല ചർച്ചകളൊക്കെ നടത്തി അവസാനം ഇവരുടെ കയ്യിൽ 10-20 ലക്ഷം രൂപയൊക്കെ പോയി ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇത് അപ്പം നമുക്ക് വളരെ ബേസിക്കായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും, ഒന്നാമത് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അത് കഴിഞ്ഞത് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തെ റിപ്പാട്രിയേഷൻ എടുക്കും. ഒന്നാമത്തെ കാര്യം, ഇത് കയറി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെമ ലോയുടെ അതിനകത്തോടെ പോകാൻ പറ്റുള്ളൂ. അതിനകത്തോടെ പോകണമെങ്കിൽ ഇതിൻ്റെ ഉപയോഗമെല്ലാം അവിടെ കാണിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിനോട് ബോധ്യപ്പെടണം. അനുവദനീയമായ ഓരോ രീതിയിൽ കൂടെ പോയി RBI ഒക്കെ സമ്മതിച്ച്, അത് വലിയൊരു ഇതാണ്. അത് സ്ഥിരം ചെയ്ത് പരിചയമുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലോൺ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ലോൺ നമ്മൾ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിലും തരാൻ വേറൊരാൾ തയ്യാറായാലും ഈ ഫെമയിലൂടെ
നമുക്ക് കടന്നു പോയി വരില്ല പൈസ. വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ നല്ല കമ്പനി, പുറത്തുനിന്നൊരു കമ്പനി അതിൻ്റെ ഇക്വിറ്റി വാങ്ങിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സാധനം റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് കാര്യം കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ കൺസിഡർ കോൺസിക്വൻസസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തുവാണ്, അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും, കൺക്ലൂഷൻ എന്തായിരിക്കും, ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളത്, ഇതിന് പ്രീസിഡൻറ്റ് വല്ലതും ഉണ്ടോ, കേസ് സ്റ്റഡി വല്ലതും ഉണ്ടോ. പിന്നെ ക്വസ്റ്റ്യൻ ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഇതെവിടെ നിന്നാണ് കിട്ടിയത്, ഇതിൻ്റെ റിലയബിലിറ്റി എങ്ങനെയാണ്. ഓക്കെ, ഇനി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ അതർ സൈഡ്. അപ്പോൾ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പല ആംഗിളിൽ നിന്നിട്ട് നമുക്കതിനെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനകത്ത് പറയാറുള്ളത് പെർസെപ്ച്വൽ പൊസിഷൻസ്. അപ്പോൾ ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാനെങ്ങനെയാണ് അതിനെ കാണുന്നത്, അപ്പോൾ എനിക്ക് തന്നെ ചിന്തിക്കാം എൻ്റെ ഒരു കോമ്പറ്റീറ്റർ എങ്ങനെയായിരിക്കും അതിനെ ചിന്തിക്കുന്നത്, വേറൊരു സൈഡിൽ ഗവൺമെൻറ് എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്, സൊസൈറ്റി അറ്റ് ലാർജ് അല്ലെങ്കിൽ ഇതിൻ്റെ വിമർശകർ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇതെല്ലാം നോക്കി ചിന്തിച്ചിട്ട് മാത്രമേ അതിന് 4 സൈഡിൽ നിന്ന് വിലയിരുത്തിയിട്ട് കാര്യം മാത്രമേ. അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് പെർസെപ്ഷൻ. അപ്പം നമുക്ക് ആ ഡിഫറെൻറ്റ് വ്യൂ പോയിന്റിൽ. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് ബ്രേക്ക് ദ പ്രോബ്ലം ഇൻ ടു സ്മോളർ പാർട്സ്. പല ഭാഗങ്ങളായിട്ട് ഒരു കഥ കേൾക്കുകയാണെങ്കിലും ആൻഡ് സ്മോളർ പാർട്ട്. ഇപ്പോൾ ഒടിയൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. അപ്പോൾ ആ ഒടിയൻ്റെ അകത്തെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തിങ്ങനെ എന്താണ് മൃഗങ്ങളുടെ പകുതി ഭാഗങ്ങളൊക്കെ ധരിച്ച് മറ്റുള്ള ആൾക്കാരെ പേടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് ഒരു ഭാഗം. രണ്ടാമത് വേറൊരു ഭാഗം, ചില മാജിക്കൽ റെമഡീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് മാനായിട്ടോ നായായിട്ടോ ചെന്നായായിട്ടോ പോത്തായിട്ടൊക്കെ മാറാനായിട്ട് കഴിയും. ഇതിനെ നമ്മളെടുത്ത് 2-3 ഭാഗങ്ങളായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാഞ്ഞ കാലത്ത് ഈ പറഞ്ഞതുപോലെ ചൂട്ടുമൊക്കെ പിടിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്. ആ സമയത്ത് പോത്തിൻ്റെ തലയൊക്കെ വേണമെങ്കിൽ എടുത്തു വെച്ച് പിന്നെ അതിൻ്റെ തോലുമൊക്കെ ഇട്ടുകൊണ്ട് ഒരാൾ വന്നൊരു പോത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഏതാളും അത് പേടിച്ച് ബോധം കിട്ടുമോ. ഓക്കെ, അത് എന്തുവാണ്, ഒരു ഫാൻസി ഡ്രസ്സ് പോലെ ഒരു വെച്ചുകെട്ടാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ബീമുള്ള ഫ്ലാഷ് ലൈറ്റ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2-3 പേര് ഒരേ സമയത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉടനെ തന്നെ അതങ്ങ് പോകും. പിന്നെ മറ്റൊരു ജീവിയാകാൻ പറ്റും എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലെജൻഡ് മാത്രമാണ്. അതിനകത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്കതിന് 2ആയിട്ട് എടുക്കാം. വേഷം കെട്ടി ഇങ്ങനെ ജനത്തെ പേടിപ്പിച്ചിരുന്നു, അത് ഇലക്ട്രിസിറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പോയി. അതിനെ വെച്ചൊരു കഥ ഉണ്ടാക്കി ആ കഥ നമ്മൾ എൻജോയ് ചെയ്തു. ഇത്രയും മാത്രമേ അതിനകത്ത്. അങ്ങനെ നമുക്ക് അതിനെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. പിന്നെ നമുക്ക് വേറൊരു രീതി നമുക്ക് വാട്ട് ഇഫ് സിനാരിയോ. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ എന്താ സിനാരിയോ, അതങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സിനാരിയോ. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ. ഇപ്പം ക്യാൻസറിന് RCCയിലൊക്കെ പോയി അവിടെ പരാജയപ്പെട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ 98% ക്യാൻസറും ക്യൂറബിളാണ്. വളരെ റയറായിട്ട് വന്ന് അവിടുന്ന് പാലിയേറ്റീവ് കൊടുത്ത് പൊക്കോ എന്ന് പറയുന്നൊരു കേസുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാരെയും പലപ്പോഴും ചില ട്രൈബൽ മെഡിസിനൊക്കെ അവരൊക്കെ ട്രീറ്റ് ചെയ്ത്. അപ്പോൾ അതിനകത്ത് എത്ര ശതമാനം ആൾക്കാർ വിജയിക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ടെങ്കിൽ ഹൈ പ്ലാസിബോ അവരുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം ഇത് ചെയ്തത്. അപ്പം ഇത് കഴിച്ചാൽ എന്താ, ഇത് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് നമുക്ക് പല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പിന്നെ അണ്ടർസ്റ്റാൻഡ് യുവർ ഓൺ ബയാസ്. നമുക്ക് തന്നെ ചില പ്രെജുഡ്യൂസസ് ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സായിപ്പ് ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് സത്യം ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ നമുക്കുള്ള പ്രെജുഡ്യൂസ് സത്യമാകണമെന്നില്ല. എത്രയോ പിച്ചക്കാരന്മാരായിട്ടുള്ള സായിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മണ്ടത്തരം മാത്രം വിളിച്ച് പറയുന്ന സായിപ്പിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ പലതും പറയുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്ത് അവതരിപ്പിക്കാൻ പോലും അതിന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത എത്രയോ സായിപ്പന്മാരുണ്ട്. പിന്നെ ആൾ ദൈവങ്ങളുടെ അടുത്ത് വന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാം സമർപ്പിച്ച് നിൽക്കുന്ന സായിപ്പന്മാരുണ്ട്. ഞാനൊരു സ്പീച്ചിന് പോയതാണ്. അപ്പോൾ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊരു അമേരിക്കൻ മദാമയാണ്. അപ്പോൾ അവർ ഇൻ്റലക്ച്വലി നല്ല ഹൈ ആണ്. ഞാൻ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും അവർക്ക് നല്ല നോളജ് ഉണ്ട്, നല്ല സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉണ്ട്. പക്ഷേ അവർ കുറേ കാലങ്ങളായിട്ട് ഒരു സ്വാമിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് ഇന്ത്യ കൂടെയൊക്കെ യാത്ര ചെയ്തൊക്കെ നടന്ന് അപ്പോൾ ഒരു സ്വാമിക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പം ഇവരാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതും ഒക്കെ ഞാനാണ്.
അപ്പോൾ അതൊരു ഈ എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ചുള്ളതായിരുന്നു. ലോകത്ത് പല ആൾക്കാരും പങ്കെടുക്കുന്ന കൂടെ ഞാനും പ്രസൻറ്റ് ചെയ്തു. ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത്രയും കാലം ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് പ്രൊഫഷണലി എന്ത് നേട്ടം ഉണ്ടായത്? അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ലേഡിയാണെന്ന് മനസ്സിലാക്കണം. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്കൊരു സ്പെഷ്യൽ മന്ത്ര ഇതിൻ്റെ ഹെഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത മന്ത്രമാണ്. എനിക്കൊരു മന്ത്ര തന്നു. അപ്പോൾ നമുക്ക് സാൻസ്ക്രിറ്റ് പഠിക്കാനായിട്ടും ഇല്ലെങ്കിൽ പിന്നെ മന്ത്രങ്ങൾ പഠിക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. എൻ്റെ ഇത് നോക്കുമ്പോഴത്തേക്ക് എല്ലാ മന്ത്രങ്ങളും അഫർമേഷൻസ് ആണ്, വളരെ പവർഫുൾ അഫർമേഷൻസ് ആണ്. അത് നമുക്ക് ഹീബ്രുവിലുണ്ട്, അറബിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഫ്രഞ്ചിലുണ്ട്, ഏത് ലാംഗ്വേജിലും നമുക്ക് ഈ മന്ത്രാസ് ഉണ്ടാക്കാം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ അപ്പോൾ അവർക്ക് കിട്ടിയ മന്ത്രം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും എനിക്ക് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സാധനം ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തപ്പോൾ വർഷങ്ങൾ അതിന് വേണ്ടിയിട്ട് 6-7 വർഷങ്ങൾ ഈ ലേഡി അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ റീസണിങ്. പിന്നെ അപ്പോൾ അത് നമുക്കതിനെ ഇത് ചെയ്യാം. പക്ഷേ ഞാൻ വേറെ ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ തന്നെ ബി ക്യൂരിയസ്, നമുക്ക് എത്രമാത്രം ജിജ്ഞാസുവായിരിക്കാം കാര്യങ്ങൾ കിട്ടുമ്പോഴത്തെ സത്യം കണ്ടെത്തുക, ജിജ്ഞാസുവായിരിക്കും. ചില കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ചിലതിനെ പറയുമ്പോൾ നമുക്ക് ആ ഫേസ് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് എവിഡൻസസ് വല്ലതും ഉണ്ടോ, അവർ പോലും അറിയാതെ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ മൈൻഡ് റീഡ് ചെയ്ത് പിന്നെ എവിഡൻസസ് ഉണ്ടോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ഒരു പൊട്ടനെ പോലെ ഇരുന്ന് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും. ആൻഡ് പ്രാക്ടീസ് സെൽഫ് അവെയർനെസ്, നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ലോജിക്കലി നമുക്ക് ചേരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിതിനെ ഒത്തിരി ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യരുത്. അതിനകത്ത് ചില കഥകളും അതിൻ്റെ ഉപഫലകമായിട്ട് ചില കഥകളും. അപ്പോൾ എന്താണ്, പുലിപ്പാല് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ പുലിപ്പാലിന് പോയി. ഇപ്പോൾ പുലികളെല്ലാം പാല് കൊടുക്കാനായിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് വന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് സത്യവും ഫാക്റ്റും വിശ്വാസവുമായിട്ട് നമുക്ക് നെല്ലും പതിരും തിരിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റണം. ഓക്കെ, അപ്പം ഈ ഗുരുനാനാക്ക് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ പോകുമ്പം ഒരാളിരുന്ന് അയാളുടെ പിന്നെ പിതാവ് മരിച്ചിട്ടോ വർഷങ്ങളെ ആ ദിവസം ഓർമ്മ ദിവസം വന്നിരുന്നതിന് വേണ്ടിയിട്ട് പൂജ ചെയ്യുക. അപ്പോൾ കുറേ നേരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുരുനാനാക്ക് എന്ത് ചെയ്യുന്ന അവിടെ ഒരു പിന്നെ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ നദിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ പൂജ കഴിഞ്ഞ് ഗുരുനാനാക്കിൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചെയ്യുന്നത്. പറഞ്ഞ് എൻ്റെ കൃഷി സ്ഥലമുണ്ട്, അതൊരു 10-20 കിലോമീറ്റർ അകലെ, ഞാൻ അവിടേക്ക് വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കുക, ഇത് അങ്ങോട്ട് ചെന്നോട്ടെ. അപ്പോൾ ഇത് ചിന്തിച്ചപ്പോഴത്തേക്ക് ഇയാൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഓക്കെ, അത് ഗുരുനാനാക്ക് കൊടുത്തൊരു സിമ്പിൾ എക്സാമ്പിളാണ്. അതുപോലെ ഗുരുനാനാക്കിൻ്റെ ഒരു ശിഷ്യ അവിടെ വന്നിട്ട് അവർ വളരെ പയസ്സും വളരെ ധാർമ്മികമായും കമ്പാഷനേറ്റൊക്കെ ഉള്ള ലേഡിയാണ്. പക്ഷേ ഇവരുടെ ഹസ്ബൻഡ് ഒത്തിരി സ്വത്തുക്കൾ കുമിച്ചു കൂട്ടും, പാവങ്ങൾക്കൊന്നും കൊടുക്കത്തില്ല. ഇവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൊടുക്കാൻ സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇയാൾ ഇത്രയും പിശുക്കനാണല്ലോ, ഇതിങ്ങനെ പല പ്രാവശ്യം ഗുരുനാനാക്കിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു ഇവരുടെ ഹസ്ബൻഡിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ കൂടെ കൂട്ടിക്കൊണ്ടപ്പോൾ അദ്ദേഹം എങ്ങനെയുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു സ്വർണം കൊണ്ടുള്ള ഒരു ചെറിയ സൂചി ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഇയാളുടെ കൊടുത്തു. അപ്പം ഇതൊന്ന് സൂക്ഷിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇത് ചോദിച്ചു എന്തിനാ? ഇത് ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്, നമ്മൾ മരണശേഷം നമ്മൾ സ്വർഗത്തിൽ വെച്ച് കാണും, അന്നേരം എനിക്കിത് തരണം, നമ്മൾ കൊണ്ടുപോയി വളരെ സൂക്ഷിച്ച് വെച്ചു, ഇത് കളയരുത്. അപ്പോൾ ഇയാളിത് കൊണ്ടുവന്ന് ഇയാൾ വളരെ സൂക്ഷിച്ച് ഇയാളുടെ അലമാരിയിൽ വെച്ചു, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് എങ്ങനെയാണ് ഇത് സ്വർഗത്തിൽ പോകുമ്പോൾ ഞാൻ മരിച്ചെൻ്റെ ബോഡി എടുക്കുമ്പോൾ ഇതെങ്ങനെ എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്, അപ്പോൾ എൻ്റെ ബോഡിയുടെ കൂടെ വിട്ടാൻ പറ്റുമോ? അയാളിങ്ങനെ ചിന്തിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾക്ക് സത്യം മനസ്സിലായി. ഈ സൂചി മാത്രമല്ല, അയാൾ ഉണ്ടാക്കിയിട്ടുള്ള യാതൊരു സ്വത്തുക്കളും അയാൾക്ക് ഈ മരണത്തോടു കൂടി അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ സ്ലോലി ആവശ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തെ കഴിഞ്ഞ് കൂടുതൽ അത്യാവശ്യക്കാരുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം പലപ്പോഴും കൊടുക്കാൻ തുടങ്ങി, ധർമ്മിഷ്ഠനായി മാറി. അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ അവിടെ എന്താണ്, അവിടെ കോംപ്ലിക്കേഷൻ ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ ഇങ്ങനെ വേണം ചെയ്യാം. പിന്നെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വരുമ്പോഴത്തേക്ക് എപ്പോഴും അതിന് ചില ടെർമിനോളജി വരും. ഈ കൺഫർമേഷൻ ബയസ്, ജോൾസിയൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ കൺഫർമേഷൻ ബയസിലാണ്. ഇപ്പം എന്നോട് പറഞ്ഞു
ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു, ഇതൊരു ഡോക്ടറുടെ കൈയാണല്ലോ, ഒരുപാട് പഠിക്കുന്ന ഒരാളിൻ്റെ കൈയാണത് എന്നൊരു കൈനോട്ടക്കാരൻ പറഞ്ഞു. അപ്പോൾ കൊച്ചു മനസ്സിൽ, ഞാൻ ഡോക്ടറാണ്. പിന്നീട് വന്നു കഴിയുമ്പോഴെല്ലാം ഇതൊരു ഡോക്ടറുടെ കൈയാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കും. അപ്പോൾ അങ്ങനെ മെഡിസിന് അഡ്മിഷൻ കിട്ടുമ്പോഴും അത് എഴുതുമ്പോഴും പിന്നെ എന്താണ് എൻട്രൻസ് എഴുതുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെന്ന് പറയും, അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതങ്ങനെ സംഭവിക്കുള്ളൂ, അങ്ങനെ കൺഫർമേഷൻ. ആ ഒരു ഇത് മാത്രം ഞാൻ മെഡിസിൻ എനിക്ക് കിട്ടൂല എന്ന് വേറെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇത് മാത്രമേ വിശ്വസിക്കാനായിട്ട് തയ്യാറാവുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ. അപ്പം ഇങ്ങനെ പലതും വരുന്നത് ചിലപ്പം 25 വയസ്സ് കല്യാണം നടക്കത്തില്ല, പിന്നെ 25 വയസ്സ് നടന്നില്ലെങ്കിൽ പിന്നെ 29 നടക്കുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നതിനെല്ലാം ഞാനിങ്ങനെ വിട്ടുവിട്ടു, കാരണം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ സംഭവം നമ്മൾ ഒരു കാര്യം കൺഫേം ചെയ്ത് വെച്ചേക്കുകയാണ്. അത് ബേസ് ചെയ്തിട്ട് വളരെ സെലക്റ്റീവ് ലിസണിങ് ആണ് കൺഫർമേഷൻ ബേസ്ഡ്. ഇത് നമുക്ക് തന്നെ പറ്റുന്ന ഒരു അമളിയാണ്. അപ്പോൾ ഇത് വേറൊരാൾ കാര്യകാരണ സഹിതം എൻ്റെ അടുത്ത് പറയുകയാണ്, ഡോക്ടർ, ഞാൻ പറഞ്ഞു എൻ്റെ കൈ നോക്കിയിട്ട് വളരെ നേരത്തെ പറഞ്ഞിട്ട് ഡോക്ടറെ കൈയാണ്. അപ്പോൾ ആ രേഖകൾ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് അസുഖം മാറ്റുന്ന ഡോക്ടറല്ല, നിങ്ങൾ ഡോക്ടറാവും പക്ഷെ അസുഖം മാറ്റുന്ന ഡോക്ടറല്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അംഗീകരിക്കുന്ന ഒരു ഡോക്ടറായിരിക്കും, ഒരുപാട് പേർക്ക് വെളിച്ചം കിട്ടുന്ന ഡോക്ടറായിരിക്കും, മേ ബി നിങ്ങൾ PhD ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മെഡിക്കൽ ഡോക്ടറിൽ നിന്ന് മാറി ഞാൻ പയ്യെ PhDയെക്കുറിച്ച് ആ ഒരു ഇതിലോട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ഈ കൺഫർമേഷൻ ബയസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഫോൾസ് ഡൈക്കോട്ടമി എന്നൊക്കെ പറഞ്ഞ ഏരിയ ഉണ്ട്. പിന്നെ പ്രാക്ടീസ് എമ്പതി. നമുക്ക് ചില ആൾക്കാർ എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, അവരുടെ അവസ്ഥ എന്താണ്, അവരുടെ നിലയിൽ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വിഗ്രഹമാണ് ദൈവം, ദൈവത്തിന് കഞ്ഞി വെച്ച് കൊടുക്കണം, ദൈവത്തിന് പായസം ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന് കൊട്ട് വേണം, ദൈവത്തിന് പടക്കം പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ, അവർക്ക് അത്രയും ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ എമ്പതിക്കായിട്ട് അവരോട് ചിന്തിക്കുക, അവരെ നമ്മൾ വാദപ്രതിവാദത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഈ പലപ്പോഴും വരുമ്പോൾ ഇമോഷണലി നമ്മളെടുത്ത് അവോയ്ഡ് ഇമോഷണൽ റീസണിങ്. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഒരിക്കലും ഡിക്റ്റേറ്റ് ചെയ്യാൻ പാടില്ല ഒക്കെ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇമോഷൻസുമായിട്ട് കലർത്താതെ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ പലപ്പോഴും പ്രോആക്റ്റീവായിട്ട് വീണ്ടും വിചാരത്തോടു കൂടി ഇത് വരാൻ പോകുന്ന കാര്യങ്ങൾ റിയാക്റ്റീവ് അല്ലാതെ, ഞാനിപ്പോൾ മോശമായിട്ട് പെരുമാറിയൊക്കെ ഞാൻ അതിൻ്റെ ഇത് വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബി റിഫ്ലക്റ്റീവ്. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് എന്താണ് ശരിയാവുക നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ യൂസ് ലോജിക് ആൻഡ് റീസണിങ്. അപ്പോൾ അത് നമുക്ക് അതും ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമാണ്. ആൻഡ് പ്രാക്ടീസ് ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി. ഇതിപ്പോൾ യങ്സ്റ്റേഴ്സിനടുത്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവർക്കൊരു കാര്യം അറിയാം, അവരതല്ലാതെ അപ്പുറം ഇപ്പുറം അവർ അംഗീകരിക്കത്തില്ല, അതല്ലാതെ അവർക്ക് അതിൻ്റെ അപ്പുറം ഇപ്പുറം ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടെന്ന്. എപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത സത്യങ്ങളും ഉണ്ടാവാം എന്ന് നമ്മൾ ചിന്തിക്കണം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചിലതിനകത്ത് വിഷ്വലൈസ് ചെയ്ത് ചില കണക്ഷൻസ്, ഐഡിയാസും സംഭവങ്ങളായിട്ടുള്ള കണക്ഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ആക്റ്റീവ് ലിസണിങ്. പലപ്പോഴും നമുക്ക് വരുന്നത് ഈ സെലക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞൊരു കുഴപ്പമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചേരുന്ന കഥകൾ ഇതിനകത്തുള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മൾ സ്വീകരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അകത്ത് കയറാത്ത പല സാധനങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ഇതിനകത്ത് ആരും തന്നെ ഉൾക്കൊള്ളുന്നില്ല. അപ്പം ഒരിക്കൽ കയറി കഴിഞ്ഞപ്പം പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്ത് വികാരമാണ് എന്നെ ഇത് പറയാനായിട്ട് നയിച്ചത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഇന്നർ മീനിങ് കൂടെ പറയാത്ത കാര്യം കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് എ ഫോർസൈറ്റ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്വീകരിച്ച അതിൻ്റെ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള വളരെ മ്ലേച്ഛമായ തോട്ടാണ്, ഭർത്താവ് മരിച്ചു പോകും, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോകും, ജാതദോഷമുള്ളതുകൊണ്ട്, അതുകൊണ്ട് വാഴ കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് പിന്നെ മനുഷ്യനെ കല്യാണം കഴിക്കുക. ഐശ്വര്യ റായിയുടെ കേസിലൊക്കെ സംഭവിച്ചതുപോലെ വാഴ മാത്രമല്ല കഴുതയെ കല്യാണം കഴിക്കുക ഒക്കെ. ചില കേസിനകത്ത് കഴുതയെ കല്യാണം കഴിക്കുക, ജീവികളെ കല്യാണം കഴിച്ചാൽ അതിനെ കൊല്ലും. കാരണം എന്താ, ജാതകവിധി പ്രകാരം അത് മരിക്കുമെന്ന്, അത് ചാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മനുഷ്യനെ കല്യാണം കഴിച്ചിട്ട് അറിയാതെ കൊല്ലാതിരുന്നതിൻ്റെ ഭാഗ്യം. ഓക്കെ, ഇനി അഡോപ്റ്റ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ ഈ ഇൻഫർമേഷൻസ് കേട്ട് നമുക്ക് വളരാനുള്ള സാധ്യത നോക്കണം. പിന്നെ മറ്റൊന്നാണ് നമുക്ക് ഒക്കാംസ് റൈസർ എന്ന് പറഞ്ഞൊരിതുണ്ട്. നമുക്ക് അതിൻ്റെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും വരുന്നതിൽ നിന്നും നമ്മളതിനെ വരുന്ന അസംഷൻസ്, അതിൻ്റെ കൂടെ വരുന്ന എല്ലാ അസംഷൻസും എടുക്കുകയല്ല, നമുക്ക്
ഇതുമായിട്ട് ഓപ്പോസിറ്റ് വരുന്ന ചേര വരുന്ന അസംഷൻസ് മാത്രം എടുക്കുക. 100 പോസിബിലിറ്റിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇനി അതുപോലെ തന്നെ ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. നമുക്ക് തന്നെ പറ്റിയിട്ടുള്ളതോ സമാനമായിട്ട് ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള മണ്ടത്തരങ്ങളിൽ നമുക്ക് എടുക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ചാലഞ്ച് കൺവെൻഷണൽ വിസ്ഡം. ജാതകം നോക്കി കല്യാണം കഴിച്ചാൽ സുരക്ഷിതമാണ്. ഓക്കെ, ഇത് പലരും വീണ്ടും വീണ്ടും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാനും ജിജിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 35 ഇയേഴ്സായി. 35 ഇയേഴ്സ് ഞങ്ങൾ ജാതകം നോക്കിയിട്ടേ ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് ജാതകത്തിൽ വിശ്വസിക്കരുതെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ പഠിച്ചതുകൊണ്ട് യാതകോ സമയമോ രാഹുകാലോ ഇപ്പം ഞാനൊരു ഹാബിറ്റായിട്ട് എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം തുടങ്ങണേ രാഹുകാലം ഉണ്ടെന്ന് പറയണേ ആ സമയത്ത് മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ആ സമയത്ത് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇതൊരു കൺവെൻഷണൽ വിസ്ഡമാണ്. രാഹുകാലത്ത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ചെയ്യുക. നമുക്കതൊന്ന് ഇത് ചെയ്യാമല്ലോ. അപ്പം അത് നമുക്ക് അവിടെ കൺഫർമേഷൻ ബയസ് എനിക്കില്ല, ഒന്നും വരത്തില്ല എന്ന് ഉറപ്പായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഡെവലപ്പ് ഇൻ്റലക്ച്വൽ കറേജ്. അപ്പം നമുക്ക് പിന്നെ ദോഷം ഉണ്ടാക്കുന്ന സാധനത്തിന് അത് ഒരു കറേജ് കാണിക്കാനായിട്ട്, ഇപ്പോൾ ഒരു അമ്പലത്തിലെ സൗണ്ട്, ഞാൻ താമസിച്ചതിൻ്റെ അടുത്ത് ചിലപ്പോൾ സംഭവിക്കുന്നതാണ്. ഈ മാർച്ച് മാസമൊക്കെ വരുമ്പോഴത്തേക്കും ചെവി പൊട്ടിപ്പോകുന്ന രീതിയിലാണ് രാത്രി 2 മണി വരെയൊക്കെ കഥകളിയുടെ ഒക്കെ സൗണ്ടൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള സമയത്താണ് ഞാൻ അവിടെ ചെന്നിട്ട് ഇവിടെ ഇവരോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. 5-8 പേരായിരിക്കും ഇത് കാണാനിരിക്കുന്നത്. അവിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയണത് ഇതിപ്പോൾ നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേരിൽ നടപടിയെടുക്കും. കാരണം സുപ്രീം കോടതി ഉത്തരവുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് പേടിയാണ്, ഇതിൻ്റെ ഫ്യൂസ് ഒരു പ്രശ്നം ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുക ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടെ നിന്നാൽ മതി, ഞാൻ ഒരുക്കൊള്ളാം, കാരണം ഒന്നും സംഭവിക്കുക. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ആ ഇൻ്റലക്ച്വൽ കറേജ് എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഈശ്വരൻ അതിലല്ല ഇരിക്കുന്നത്. ഈശ്വരൻ്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണ്, അതിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അമ്പലത്തിലെ പാട്ടിലും നിവേദ്യത്തിലോ അതൊന്നും അല്ല ഈശ്വരൻ ഇരിക്കുന്നത്. അതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത്, അപ്പം ഏറ്റവും അതിക്രൂരമായിട്ട് നമ്മൾ കാണുന്നത് നേപ്പാളിൽ, നമുക്ക് യൂട്യൂബിൽ വേണമെങ്കിൽ കാണാൻ പറ്റുമായിരിക്കും. കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. നേപ്പാളിലൊരു പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് പോത്തുകളെ അവിടെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്ത് ആ പൂജ അങ്ങോട്ട് തീരുന്ന അവിടെ ബെല്ലടിക്കുന്ന സമയം നോക്കി ഈ വാളും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ പൂജ അങ്ങ് തീരുന്ന സെക്കൻഡിൽ ഒറ്റ വെട്ടിന് ആയിരക്കണക്കിന് പോത്തുകളുടെ കഴുത്തറ്റു പോകും. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് കടന്ന് പിടയ്ക്കുന്ന സംഭവങ്ങളാണ് എടുത്തിട്ടേക്കുന്നത്. ഇത് കണ്ട ഏത് ദൈവത്തിനാണ് സന്തോഷം വരിക, ഏത് ദൈവമാണ് പ്രീതിപ്പെടുത്തുക? അപ്പോൾ അവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇത് മാത്രമേ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്. അവിടെ നമുക്ക് ഇവരുടെ വിശ്വാസത്തിന് വേണ്ടിയാണ്. ഒരു ദൈവത്തിന് ഇതിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ റിലീജിയൻ്റെ ചരിത്രങ്ങൾ പഠിച്ചിട്ടുള്ളതും ഫിലോസഫി പഠിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ വേദങ്ങളും ഖുറാനും ബൈബിളും ഒക്കെ ഒരേ രീതി പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് വളരെ കോപ്രാന്തമായിട്ടേ തോന്നുള്ളൂ. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് യൂസ് അനാലജീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ചിലത് മനസ്സിലാക്കാനായിട്ട് ചില അനാലജീസ് സിമിലാരിറ്റി ഒക്കെ എടുക്കണം. പിന്നെ പ്രാക്ടീസ് ഇൻ്റലക്ച്വൽ ഡിസിപ്ലിൻ. നമുക്ക് ബുദ്ധിപരമായിട്ട് ബോധപരമായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത, സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കാതിരിക്കുക. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യും. ഇതിനകത്ത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണലായിട്ടുള്ള ഭയങ്കര ബുദ്ധിജീവികളായിട്ടുള്ള, എന്നാൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഭക്തിയുടെ കാര്യത്തിലൊക്കെ വലിയ സോളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഒരുപാട് മണ്ടത്തരങ്ങൾ, സോഷ്യൽ പ്രാക്ടീസസ് വേണ്ടാന്ന് വെപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സംബന്ധ മാരേജ് എന്ന് പറഞ്ഞാൽ ട്രാവൻകൂറിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലുണ്ടായിരുന്ന, അതല്ലെങ്കിൽ സതി പോലുള്ള ഒരുപാട് സോഷ്യൽ അനാചാരങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിപൂർവ്വം പറഞ്ഞിട്ട് ഇത് വെച്ചിട്ട് തന്നെ അവർ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീ ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. പറഞ്ഞതിനകത്ത് നമ്മൾ മുഴുവനും വ്യക്തമായിട്ട് കേട്ടോ, കറക്റ്റ്നെസ് ഉണ്ടോ. പിന്നെ ബാലൻസ് ക്രിയേറ്റിവിറ്റി വിത്ത് സ്കെപ്റ്റിസിസം. നമുക്കെല്ലാം സംശയത്തോടു കൂടി ചെയ്യാം, എന്നാൽ ഒരു വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ മെഡിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള MBBS MD DMO ഉള്ള ഒരാൾ എക്സ്റേ ഒക്കെ നോക്കി നമ്മുടെ ബ്ലഡിൻ്റെ റിസൾട്ടും എല്ലാം നോക്കി നമ്മുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കൺക്ലൂഷൻ. അന്നേരം നമ്മൾ ചിന്തിക്കുകയാണ്, ഇനി ഇയാൾക്കെങ്ങാനും തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്കെന്നാലും അതിനൊരു ഇത് കൊടുത്തോണ്ട്, ആ മാക്സിമം വാല്യൂ കൊടുത്തോണ്ട്, ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് വേണമെങ്കിൽ ഒരാളെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാളെ കൂടെ നമുക്ക് കാണിച്ചത് കൊണ്ട് ചിലപ്പോൾ നല്ലതായിരിക്കും. വേണേൽ നമുക്ക് അത്രയും ആങ്സൈറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ 2 പേരെ കാണിച്ചോ,
നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഒപ്പീനിയൻ എടുത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ അതെന്താണ് സ്കെപ്റ്റിസിസം പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പിന്നെ എന്താണ് ചിലപ്പോൾ ഒരു അസുഖം പോലെ വരും. ഞാൻ പേര് പറയാതെ പറയുകയാണ്. മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്തിരുന്ന ഒരു പിന്നെ ലേഡി, ഷി വാസ് എ റേപ്പ് വിക്റ്റിം. അപ്പം അവരുടെ ഒരു അവധി ദിവസം അവരുടെ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് പെട്ടെന്ന് ഒരാൾ അവരുടെ മദർ പുറത്തു പോയ സമയം നോക്കി ഇരച്ചു കയറി ഇവരെ റേപ്പ് ചെയ്തൊരു ഇൻസിഡൻ്റാണ്. അവർ അത് കഴിഞ്ഞ് പിന്നീട് ഒരുപാട് പ്രാവശ്യം ഓരോ പ്രാവശ്യവും അവർ HIV ടെസ്റ്റ് ചെയ്യും. അപ്പോഴെല്ലാം നെഗറ്റീവ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ലാബിന് മിസ്റ്റേക്ക് കാണും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത് അവർ ചെയ്യും. അന്നേരം അവർ നെഗറ്റീവ് കാണുമ്പോഴത്തേക്കും അപ്പം അവർക്കതുകൊണ്ട് വിശ്വാസമില്ല. അപ്പം മൈൻഡ് മാസ്റ്ററിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ലോജിക്കൽ സൈഡ് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ ആ ഒരു എന്താണ് ആ തോട്ടിൽ ഒരുപാട് മാറ്റം വരുത്തി. അവരുടെ ശരീരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ചിന്തയുടെ പ്രതിഫലനം എപ്പോഴും ഈ ബ്രെയിനും സ്കിന്നുമായിട്ട് വളരെ കണക്റ്റഡാണ്. അപ്പോൾ സ്കിന്നിലാണ് നമുക്കിത് പെട്ടെന്ന് വരാനായിട്ട് പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയപ്പം അവർക്ക് ഒരുപാട് ആശ്വാസമായി. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന ഓവർ സ്കെപ്റ്റിസിസം ഉള്ള ആൾക്കാർ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അവോയ്ഡ് ഹേസ്റ്റി കൺക്ലൂഷൻസ്. ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ എവിഡൻസസ് ഒന്നും നോക്കാതെ ജമ്പ് ഇൻ ടു ദ കൺക്ലൂഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്ത് യു ക്യാൻ യൂസ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. ഇതിങ്ങനെയാണെങ്കിൽ അതങ്ങനെ നടക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കൊരു പ്രോബ്ലം മനസ്സിലുണ്ടാക്കിയതിൻ്റെ റിസൾട്ട്. പിന്നെ നമുക്കെപ്പോഴും നമുക്ക് കുറച്ചെങ്കിലും ക്ഷമയോടുകൂടി കോംപ്ലക്സ് പ്രോബ്ലത്തെ ഭാഗമായിട്ട് ടൈം എടുത്ത് മനസ്സിലാക്കാം. പിന്നെ ഡിഫറൻഷിയേറ്റ് ഫാക്ട്സ് ഫ്രം ഒപ്പീനിയൻസ്. അപ്പം സത്യമാണോ പറയുന്നത് അതോ ഒരാളുടെ ഒപ്പീനിയനാണോ, ഈസ് ഇറ്റ് ട്രൂ എന്ന് നമുക്ക് എവിഡൻസ് ബേസ്ഡ് ടെസ്റ്റിംഗ് നമുക്ക് നടത്താം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പം എൻഗേജ് ഇൻ ഡിബേറ്റ്, ചാലഞ്ച് ഐഡിയാസ്, നമുക്കത് വരാം. പിന്നെ ചിലപ്പോൾ നമുക്ക് പ്രാക്ടീസ് ടോളറൻസ്. ചിലപ്പം നമുക്ക് ചിലത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വെറൈറ്റി ഓഫ് സോഴ്സിൽ നിന്ന് ഞാനിപ്പോൾ ഒരു കാര്യമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിനെക്കുറിച്ച് വേറെ റിസർച്ച് നടന്നിട്ടുണ്ടോ മറ്റ് റിസർച്ചുകൾ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലതും അതിന് ഒരു കൺക്ലൂഷൻ എടുത്തിട്ട് പറയുന്നത്. പിന്നെ പ്രാക്ടീസ് ഇൻ്റലക്ച്വൽ പെർസ്വറൻസ്. ഒരിക്കൽ മനസ്സിലാക്കിയ കാര്യമാണെങ്കിലും ശരി വീണ്ടും നമ്മൾ അന്വേഷിച്ച് പോയി അതിനകത്തൊരു പിഴയില്ലാന്ന് ബോധ്യമാകുന്നവരത്തേക്കും. അവോയ്ഡ് ജനറലൈസേഷൻ ഫ്രം എക്സാമ്പിൾസ്. 1-2 എക്സാമ്പിൾസ് കണ്ടു വെച്ചാൽ നമുക്കത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അണ്ടർസ്റ്റാൻഡ് ലോജിക്കൽ ഫാലസിസ്. ലോജിക്കൽ ഫാലസിസ് ഞാനൊരു കോഴ്സിനകത്ത് എടുക്കുന്നുണ്ട്. ഒരു 80-ഓളം ലോജിക്കൽ ഫാലസീസ് ഉണ്ട്. അതിപ്പോൾ ചെറി പിക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. ചെറി പിക്ക് എന്ന് പറഞ്ഞൊരു ലോജിക്കൽ ഫാലസിയാണ്. അപ്പം നിങ്ങളുടെ ചെറി മൂത്ത് കായായി പഴുത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പം എനിക്കൊരു പാത്രത്തിൽ നിങ്ങളുടെ ചെറിക്കകത്തുനിന്ന് 10 എണ്ണം കൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം നല്ല കോമളനായ നല്ല മുഴുത്ത ചെറി. അപ്പം ഞാനങ്ങ് ഇത് ചെയ്യുവാണ്, ഇവരുടെ ചെറിയെല്ലാം ഇങ്ങനെയായിരിക്കും. ഇത് ചളിങ്ങിയ ചെറി കാണും, ചൊറി പിടിച്ച ചെറി കാണും, കുഞ്ഞതായിട്ടുള്ളത് കാണും. പക്ഷെ അതൊന്നും നമുക്ക് കൊണ്ടുവരത്തില്ലല്ലോ. നല്ലത് നോക്കിയിട്ടല്ലേ എടുത്തുകൊണ്ട് വരുള്ളൂ. നല്ലതല്ലേ എപ്പോഴും നമ്മുടെ മുന്നേ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഒരു കോളേജിലെ കുട്ടികൾ ഫുട്ബോൾ താരങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല പൊക്കമുള്ളവരാണ്. അപ്പം നമ്മളെന്ത് ചെയ്തു, അസ്യൂം ചെയ്തു ആ കോളേജിൽ മുഴുവനും ഭയങ്കര പൊക്കമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ ഒരു കോളേജിലെ കുട്ടികൾ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് കാണിച്ചു, അപ്പോൾ ആ കോളേജിൽ എല്ലാവരും ഭയങ്കര. പിന്നെ സ്കൂളിനെ കുറിച്ചൊക്കെ നമ്മൾ എടുക്കും. തെറ്റാണിത്. ചെറി പിക്കിങ് ലോജിക്കൽ ഫാലസിയാണ്. ഇങ്ങനെ ഒരു 80 എണ്ണത്തോളം ഉണ്ട് നമുക്ക്. പിന്നെ പേ അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്. ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നോക്കി അതിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. പിന്നെ നമുക്ക് ഡെവലപ്പ് ക്രിട്ടിക്കൽ റീഡിങ് സ്കില്ല്. നമുക്ക് അതിന് ഒരു വിമർശനത്തോടു കൂടി നോക്കിയിട്ട് എന്നാൽ സത്യമുള്ളത് അനുസരിക്കണം. ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച്. പിന്നെ ഒരു ഗ്രൂപ്പോ ഒരാൾക്കാരോ ചിന്തിക്കുന്ന കൂടെ നമ്മൾ പോകണമെന്നില്ല. ചിലത് ക്വസ്റ്റ്യൻ ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്ത് വൈ. പിന്നെ ചിലതിനകത്ത് നമുക്ക് പ്രാക്ടീസ് ഇൻ്റലക്ച്വൽ ഫെയർനെസ്. നമുക്ക് അപ്പം നീതിപൂർവ്വമാണോ, അത് ശരിയാണോ ചെയ്തേക്കുന്നത്, അങ്ങനെ ചെയ്തേക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ ഈ ലോയ്ക്കൊക്കെ നമ്മൾ ഒത്തിരി ഇത് ഉപയോഗിക്കണം, നിയമം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്നത് ഈ നിയമം ഉണ്ടാക്കിയ ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും, എന്ത് പ്രശ്നമായിരിക്കും, ഏത് മിസ്ചീഫ് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ നിയമം ഉണ്ടാക്കിയത് ചിന്തിച്ചിട്ട് നമ്മളത് ഇൻ്റർപ്രറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. പിന്നെ പ്രയോറിറ്റൈസ് റെലവൻറ്റ് ഇൻഫർമേഷൻ. നമുക്ക് സംഭവം കിട്ടിക്കഴിഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളിങ്ങോട്ട് എടുക്കണം. നമുക്ക് റെക്കഗ്നൈസ് ദ ലിമിറ്റ് ഓഫ് നോളജ്. പലതും നമുക്കിപ്പം നക്ഷത്രങ്ങളെക്കുറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതൽ അറിയത്തില്ല.
അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താ അതാ റെക്കഗ്നൈസ് ചെയ്യണം. പിന്നെ അന്യഗ്രഹ ജീവി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇനി എൻഗേജ് ഇൻ തോട്ട്ഫുൾ ഡിസ്കഷൻസ്, ചിന്താപരമായിട്ട്. അപ്പം നമുക്കിപ്പോൾ ഈ റീസണിങ് എടുക്കുമ്പോഴത്തേക്കും പ്രേതത്തെ ഇന്ന് വരെ ലോകത്ത് ഭയങ്കര കൂട്ടക്കുരുതികളിൽ ആയിരക്കണക്കിന് പേരെ കൊന്ന സ്ഥലത്തൊന്നും പോയിട്ട് പഠനം നടത്തിയിട്ടൊന്നും ഒരാത്മാവിൻ്റെയോ ഒരു ഡെവിളിൻ്റെയോ ഒന്നും ഒരു അംശത്തെ പോലും കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. സയൻറ്റിഫിക് വേൾഡ് ഇന്നല്ല, ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് പോലും ചില വിശ്വാസങ്ങളല്ലാതെ നമുക്ക് മരിച്ച ഒരാളിൻ്റെ ആത്മാവിനെ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോ കാണാൻ പറ്റുന്നതോ, അങ്ങനെ കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം, അവരുടെ ഇല്യൂഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വരുന്ന കാഴ്ചപ്പാടിലുള്ള വ്യത്യാസമാണ്. നമ്മൾ അല്ലാതെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ചില ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം നമുക്കിവിടെ പറയുമ്പോഴത്തേക്ക് എന്തുവാണ് ജനിച്ച സമയം, ജനിച്ചൊരു സമയമില്ലല്ലോ. സൂര്യനിൽ നിന്ന് നമ്മൾ സൂര്യനെ നോക്കുവാണെങ്കിൽ എന്താ, സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്തിട്ടില്ല, ടൈം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ചിന്താരീതിയിലേക്ക് പോകാം. ആ ഡിസിഷൻ മേക്കിങ്ങിന് പലപ്പോഴും ഈ കാര്യങ്ങൾ ആവശ്യമാണ്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പം വളരെ പ്രിസൈസായിട്ട് നമുക്ക് പറയണം. ചിലത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആൾക്കാർക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഡയഗ്രാം ചാർട്ടും ഒക്കെ വെച്ച് പറയണം. അപ്പോൾ നമ്മൾ ഓപ്പൺ മൈൻഡ്നെസ്സും സ്കെപ്റ്റിസിസമായിട്ട് ബാലൻസ് ചെയ്യണം. എല്ലാത്തിനെയും വിമർശിപ്പം ഈ യുക്തിവാദികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ തിമിരം ബാധിച്ച മനസ്സിനെ ഒരുപാട് തിരുത്തുന്നത് അവരാണ്. പക്ഷെ അതിനകത്ത് തന്നെ അവർക്ക് തന്നെ തിമിരം ബാധിച്ചതുണ്ട്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി എന്ത് വന്നാലും അതിനെല്ലാം കംപ്ലീറ്റ്ലി, വളരെ അപൂർവം ആൾക്കാരാണ് അതിനെ കംപ്ലീറ്റ്ലി ഒരു ഡോക്മയായിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ അതിനെ മാത്രം അതിനെ അങ്ങോട്ട് എതിർക്കുക. പിന്നെ അതും കഴിഞ്ഞ് വേറൊരു സംഭവമുണ്ട്. ഈ പറഞ്ഞ ഞാൻ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ, ഞാൻ പറയുന്നത്, ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രവർത്തിക്കുന്നത് എല്ലാം എൻ്റെ വിശ്വാസം മാത്രമേ സത്യമുള്ളൂ. അതും ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചിന്തിക്കാം. പക്ഷേ എൻ്റെ ചിന്താഗതി, എൻ്റെ വിശ്വാസം അല്ലാത്ത ആര് ചിന്തിച്ചാലും അവനൊക്കെ എൻ്റെ ശത്രുവാണ്, അവൻ ജീവിച്ചിരിക്കാനായിട്ട് അവകാശിയല്ല, അവനെ ആക്രമിക്കാം, അവനെ കൊല്ലാം. ഇതായിരുന്നു നാർസിസിസത്തിൻ്റെ ബേസ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എടുത്ത് കളയേണ്ടതുണ്ട്. അഡോപ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്, പല ഭാഗത്തു നിന്നുണ്ട്. അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഏറ്റവും വലിയ പവിത്രമായ ആർക്കും പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം. പിന്നെ നമുക്ക് മൈൻഡ്ഫുൾനെസ്, സീക്ക് ഫീഡ്ബാക്ക്, ഇല്ലെങ്കിൽ നമുക്ക് കോണ്ടെക്സ്റ്റ്, പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് റോൾ ഓഫ് ഇമോഷൻ കാണും. പിന്നെ ചിലപ്പോൾ കൗണ്ടർ എക്സാമ്പിൾസ് കാണും, നമുക്ക് അതിൽ ചിലപ്പം ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ ഉണ്ടായി കാണും, നമ്മൾ അതിനും ചിലപ്പം ചിന്തിക്കണം. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളവർ കാണും, ആ എഴുതിയിട്ടുള്ളവർക്ക് തെറ്റുപറ്റാം, അതിനെ വായിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാകണമെന്നില്ല, ഇൻ്റർനെറ്റിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാകണമെന്നില്ല, എന്തും എവിടെ നിന്നും എടുക്കാം. പക്ഷേ ക്രിട്ടിക്കൽ തിങ്കിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അതിന് ആ ഒരു ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ സമയത്തും അതിങ്ങനെ ക്രിട്ടിക്കലിരിക്കണമെന്നില്ല. ഒരു കാര്യം നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങോട് ചോദിച്ചാൽ ക്വാളിഫൈ ചെയ്ത് നമുക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അയാളിനി വഞ്ചിക്കുമോ, വൈഫ് അവളിനി വഞ്ചിക്കുമോ, ഹസ്ബൻഡ് അയാൾ വഞ്ചിക്കുമോ, ഓരോ നിമിഷവും ഇത് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ എപ്പോഴാണ് ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടത്, സമ്മതിക്കേണ്ടത്, കൺസീഡ് ചെയ്യേണ്ടത്. പിന്നെ ചില അതോറിറ്റീസിനെ ഓവർ റിലേ ചെയ്യുക, അതും തെറ്റാണ്. അവർക്ക് തെറ്റ് പറ്റാമല്ലോ, നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. പിന്നെ പെസിമിസവും ഓപ്റ്റിമിസവും ആയിട്ട് ബാലൻസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഓപ്റ്റിമിസം തന്നെ പറ്റില്ല, എല്ലാ സ്ഥലത്തും പെസിമിസം ഉപയോഗിക്കുന്നതൊന്നും പറ്റത്തില്ല, ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ചിലയിടത്ത് നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ഡിസഗ്രിമെൻറ്റ്, കാരണം അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ട്, അതിനകത്ത് കണ്ട് പിന്നെ അവസാനം ബോധ്യപ്പെട്ടു. അപ്പോൾ യൂട്ടിലൈസ് തോട്ട് എക്സ്പീരിമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ജോലിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു നല്ല ജോലിയിൽ കയറി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സബ് ഇൻസ്പെക്ടർ, അപ്പോൾ മൊത്തം ഇയാൾ ചെയ്തിട്ടുള്ള ആദ്യം ഒരു 2-3 വർഷം ഇയാൾ നല്ല വർക്കറാണ്, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാകുന്നതാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ത്രൂ ഔട്ട് ദ സർവീസ്, അയാളുടെ 55, 56, 60 വയസ്സ് വരെ സർവീസ് ചെയ്യുമ്പോൾ അത്രയും കാലവും അയാൾ സത്യമേ പറയുള്ളൂ, അയാൾ ചെയ്താൽ നല്ലതേ ചെയ്യുള്ളൂ. അയാളുടെ ഇത് വെച്ചിട്ടൊരു ബ്രാൻഡ് അങ്ങ് ആവുക. ആ സമയത്ത് ഇയാൾ 10 വർഷം കഴിഞ്ഞ് മാറി ചെയ്താലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളാണോ, അങ്ങനെ കോടതി പോലും
എൻ്റെ അടുത്ത് ജഡ്ജസ് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇന്ന പോലീസ് ഓഫീസർ വന്നു കഴിഞ്ഞാൽ അയാൾ ഫയൽ ചെയ്യുന്നതൊക്കെ സത്യസന്ധമായിട്ടേ ചെയ്യുള്ളൂ. ആര് പറഞ്ഞാലും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യത്തില്ല. ഞാൻ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ കോർട്ടിൽ എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ആദ്യം തുടങ്ങിയത്. അതുപോലെ തന്നെ പുതിയ IAS ഓഫീസേഴ്സ്, പുതിയ IPS ഓഫീസേഴ്സ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 വർഷത്തെ അവരുടെ വർക്കോട് കൂടി അത് മാറ്റുരച്ചൊരു പൊന്നു പോലെയാണ്. ഇന്ന ആളാണോ അയാൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പത്രക്കാർക്കും പൊതുവേ ഉള്ളവർക്കും ജനത്തിനെല്ലാം ഇയാളെക്കുറിച്ചുള്ളൊരു കറപ്റ്റ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ നല്ലത് ചെയ്താലും പിന്നെ കറക്റ്റായിട്ടേ സ്വീകരിക്കത്തുള്ളൂ. നല്ലത് മാത്രം ചെയ്യുന്ന ആളെ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ജനങ്ങളുടെ പെർസെപ്ഷനും യാഥാർത്ഥ്യമായിട്ട് എപ്പോഴും ഒത്തിരി മാറ്റമുണ്ട്. കുറേ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതായിട്ടങ്ങ് എടുക്കുക. കൺഫർമേഷൻ ബയാസ്, ഇങ്ങനെ ഒത്തിരി സത്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്ന ഇന്ന് വിശ്വസിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 60% കാര്യങ്ങളെങ്കിലും ബേസ്ലെസ് ആണ്, സത്യമില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യേണ്ടിയിരിക്കുന്നത്. നമുക്ക് പിന്നെ എന്താണ് ഒരുപാട് ഫോൾസ് പ്രോഗ്രാമിംഗ് നമ്മളുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പം അത് കണ്ടെത്തിയിട്ട് ഓരോന്നോരോന്ന് മാറ്റാനായിട്ട് പറ്റുള്ളൂ. പലരെ സംബന്ധിച്ച് അതൊന്നും മാറ്റൽ നടക്കത്തില്ല. ജീവിതത്തിൻ്റെ ലാസ്റ്റ് ഡേ വരെ വാസ്തുവും എവിഡൻസസ് തീരെ കുറവാണ്. അതിനകത്ത് എടുത്ത് പരിശോധിക്കുമ്പോഴത്തേക്കും എവിഡൻസസ് തീരെ കുറവാണ്. അപ്പോൾ നമുക്കൊരു സ്യൂഡോ സയൻസ് ആയിട്ട് ഒന്നും അതിന് എടുക്കാൻ പറ്റില്ല, ഒരു വിധത്തിലും എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ്, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവിടെയൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിക്കണം. പക്ഷേ ഞാൻ എന്നാൽ എന്നോട് ചോദിക്കുന്നവരടുത്തും പറയും, നിങ്ങളിത് ചെയ്തോ, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഒരു അന്ധവിശ്വാസിക്കാണ് വിൽക്കേണ്ടതായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റബിലിറ്റിയിൽ പ്രോബ്ലം വരരുത്, യു ഗോ വിത്ത് ദാറ്റ്. പക്ഷേ എന്നാലൊരു കാര്യം, അതിനകത്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം ഉണ്ടാവില്ല. അത് റീകൺഫേം ചെയ്ത് കൊടുക്കണം, ഇതാണ് സത്യം. ഓക്കെ, അത് നമുക്ക് സയൻറ്റിഫിക് എവിഡൻസസ് വെച്ചാണ് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ഡിസിഷൻ മേക്കിങ്ങിൽ എത്രമാത്രം ഉപയോഗിക്കണം എന്ന് നമുക്ക് പിന്നീടുള്ള കോഴ്സുകളിൽ പഠിക്കാം. ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഓൺലൈൻ കോഴ്സുകളുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.